എല്ലാരും ചാറ്റ് പറയട്ടെ ഗൈസ്. ഇന്നലെ ഞാൻ നാളെ ലൈവ് ഇടുമ്പോ 5 മിനിറ്റ് തോറും വന്ന് മെസ്സേജ് ഇടണം, ജോക്കി സബ് ചെയ്തോ കേട്ടാ. അങ്ങനെയാണ്, അത് ബാഡ് ഡേ ആയിരിക്കും. ഇന്നൊരു ബാഡ് ഡേ ആണ്. കുറച്ച് നാൾക്ക് ശേഷമല്ലേ നമ്മൾ കളിക്കുന്നത്. PC ഒക്കെ ഇന്നല്ലേ ഓൺ ആക്കുന്നത്. എല്ലാം ശരിയാവും. 2 ദിവസം അടുപ്പിച്ച് ലൈവ് ഇടുമ്പോ നമ്മള് സെറ്റ് ആവൂലേ. നാളെ എൻജോയ് ചെയ്ത് കുഴപ്പമില്ല. എടാ നമ്മള് പെട്ടെന്ന് മോശം ഇതിനകത്തോട്ട് വന്നപ്പോ പെട്ടെന്നുള്ള ഒരു മാറ്റം, അങ്ങനെ കുറെ കാര്യങ്ങൾ എന്നെ. അതല്ല കോമഡി. ഓരോ മുഖത്തുമ്പോ ഞാൻ ഹാൻഡിക്യാപ്ഡ് എന്റെ കൈ കെട്ടി വെച്ചു, അടുത്ത മുഖത്തുമ്പോ ഞാൻ ഹാൻഡിക്യാപ്ഡ് എന്റെ കൈയും കാലും കെട്ടി വെച്ചു. കൈ കാലും കെട്ടാത്ത കോക്കറ്റ് ഞങ്ങൾ കണ്ടില്ലേ? അതൊക്കെ ചേട്ടാ. അപ്പൊ മിസ്റ്റേക്സ് ഒന്നും കാണിക്കാൻ തീകളിനെ കഴിഞ്ഞ കളിയിട്ടില്ലായിരുന്നോ? എന്റെ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ലൈവ്. ഞാൻ നിർത്തിട്ട് എത്ര മണിക്കൂർ ഇട്ട് കഴിഞ്ഞാൽ ലൈവ്? 7 മണിക്കൂറായി. 7 മണിക്കൂറാവാ. 9 മിനിറ്റും കൂടെ കളിയാ. അയ്യോ ഞാൻ എടാ നിനക്കൊക്കെ ഭ്രാന്തോടാ. ഞാൻ ഉറങ്ങി എണീറ്റതാ. ഞാൻ വൈകിട്ട് ഉറങ്ങി എണീറ്റ. ഞാൻ വാലോ ഇന്ന് ഇരുന്ന് അസൻഡൻ 3 ആയിട്ടുണ്ട്. നാളെ മോൾ അടിക്കുന്നു. അതാണ് പ്ലാൻ. ഓ നല്ല പ്ലാൻ. പക്ഷെ അത് നടക്കുമല്ലോ. നാളെ ഡയമണ്ട് ഇല്ല 7 മണിക്കൂർ അങ്ങ് തീർത്തിട്ട് വന്ന 8 മിനിറ്റല്ലേ ഉള്ളൂ. അതല്ല, ഇത് നിനക്ക് എത്ര എങ്ങനെ ജിപേ ചെയ്യേണ്ടത്? ഇതാ ചെയ്യണ്ടേ? ഇത് എല്ലാപ്പോഴും കളിക്കണ്ടായിരുന്നു. നാളെ കളിക്കടാ. എടാ വില്ലംബ്രോടെ എടാ ഈ പീനട്ടിന് എങ്ങനെയാടാ ഇത്രയും വാച്ചിങ് ഗോകു? ഇവൻ ആർക്കി കൂടെ കേറി വന്നേന്നു. എന്താ ആർക്കാ? അല്ല പീനട്ട് ഗോകുന്റെ അടുത്ത് പറഞ്ഞ പീനട്ടല്ല, പീനട്ട് ആർക്ക് റൈഡേഴ്സിലാ. നാളെ വരെ നമുക്കൊരു ഞാനൊരു കറക്റ്റ് 7 മണിക്കൂർ ആക്കിയിട്ട് അങ്ങ് നിർത്താൻ പോകുന്നു. ഗ്ലാസ് ഫുട്പാത്തിൽ അടുത്താണോ? റെയ്ബാൻ, ഒറിജിനൽ റെയ്ബാൻ. എന്റെ റെയ്ബാൻ ഗ്ലാസ്. ഇതെന്റെ പുതിയ റെയ്ബാൻ ഗ്ലാസ്. ഓ എടാ ഐ മീൻ ഇന്നടാ ഞാൻ എണ്ണീറ്റുണ്ട്. അതെ ടെക്നിക്കലി പറഞ്ഞ ഇന്ന് തന്നെ. ടെക്നിക്കലി പറഞ്ഞ ഇന്ന കരുണാനിധിയെ സുഖം ബ്രോ, സുഖമായിട്ടിരിക്കുന്നു. ബ്രോയ്ക്ക് സുഖമല്ലേ? വൈറ്റിൽ അണ്ണന്റെ ലൈവ് ഒരുത്തും കട്ട് ചെയ്ത് വൈറ്റിൽ അവൻ ലൈവ് പോലെ ഇട്ടിരിക്കുന്നു. എവിടെ ആയതോ? ജനനായകൻ മൂവി ഉണ്ടോ? ഇല്ല കാണണം. ഞാൻ ഇതുവരെ കണ്ടില്ല. ഞാൻ ശനിയാഴ്ച പോകും. മൊട്ടധർമ്മ ഉറക്കവാ. താഴെ ഉണ്ട്. ഇതിന്റെ ലാസ്റ്റ് ഫൈനലിൽ ഞാൻ ഒന്നും കൂടെ ഹാൻഡ് ബ്രേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത്തവണ വന്നിട്ട് കിട്ടില്ലെങ്കിൽ ഞാൻ നിർത്തും. നീ എന്താ രണ്ടാമത്തെ ഹാൻഡ് ബ്രേക്ക് നീ എന്ത് ചെയ്തെന്നാ പറഞ്ഞ കേട്ടില്ല? റീഫണ്ട് ചെയ്തു. അളിയാ ഇത് 3 തവണ വന്ന് ബെല്ലടിക്കും. 3 തവണ ഞാൻ അറിഞ്ഞില്ല. ഞാൻ കിടന്ന് ഉറങ്ങുമായിരുന്നു. അവന്മാര് എന്നിട്ട് പറഞ്ഞു ഓഫീസിൽ ഒന്ന് എടുക്കാൻ. എനിക്ക് പിന്നെ മടിയായോണ്ട് ഞാൻ പോയില്ല. ഞാൻ റീഫണ്ട് ഒക്കെ അടിച്ചു. നീയും പിന്നെ ഇല്ലായിരുന്നല്ലോ. എന്തായാലും ഞാൻ വരൂല്ലേ അളിയാ? ഞാൻ ചാവാൻ പോയതല്ലായിരുന്നല്ലോ അളിയാ. ഞാൻ കാരണം കൈയും കാലം കെട്ടി വെച്ചേക്കുമായിരുന്നു. അളിയാ നിന്റെ 5000 പോയളിയാ. നാളെ ഞാൻ ലൈവ് വരും കേട്ടോ. അത് നാളെ ഞാൻ തിരിച്ചു പിടിച്ചോളാം. ഞാൻ നിന്നെ ഫോൺ വിളിക്കാം. ലൈവ് ഞാൻ ഫോൺ ഹൈദരാബാദ് വ്ലോഗ് ഉണ്ട്. ഇല്ലടാ വ്ലോഗ് എടുത്തില്ല. വില്ലംബ്രോടെ വ്ലോഗ് ഉണ്ട്. ഇടും. ഇല്ല വാട്സാപ്പ് ഉണ്ടോ? വാട്സാപ്പും ഇല്ല. പിന്നെ വൺ സൈഡ്. എടാ ഈ 650 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ, നമ്മുടെ ഈ റേസിനകത്തെ പോലെ മറ്റേ റോഡും അതുപോലത്തെ വണ്ടിയൊക്കെ ആയിരുന്നു അങ്ങ് പോവായിരുന്നു. പക്ഷെ ഇതല്ല. അതല്ല ഇതെടുക്കുന്ന പറഞ്ഞു. എന്ത് സ്റ്റിയറിംഗ്? വില്ലംബ്രോ സ്റ്റിയറിംഗ് എടുക്കുന്നുണ്ട്. 15 മണിക്കൂർ എടുത്ത് വില്ലംബ്രോഡ് അവിടെ എത്താൻ. അതായത് രാത്രി 2 മണിക്ക് ഇറങ്ങി.
ആന്ധ്ര അല്ല, പുട്ടപർത്തി മറ്റേ പുള്ളിയില്ലേ എന്താ സത്യസായി ബാബ ഉണ്ടാക്കിയ നാട്. പുട്ടപർത്തി. അവിടെ അത് വിജയവാഡ അടുത്തല്ലേ? അല്ല, ഈ ആൾദൈവം എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ല, പുള്ളി ആ നാട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ജോക്കി. സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ, സ്വന്തമായിട്ട് എയർപോർട്ട്, സ്വന്തമായിട്ട് റെയിൽവേ സ്റ്റേഷൻ, എല്ലാം പുള്ളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്റെ അമ്മോ, അത് അതൊക്കെ കാണണം പറയുമ്പോ ആ സ്ഥലം. ഭയങ്കര രസമാണ്. നമ്മുടെ ഓഷോ പോയിട്ട് രജനീഷ്പുരം ഉണ്ടാക്കിയത് ബസ്സല്ലേ? എന്താ കേട്ടില്ല? ഓഷോ ആ, രജനീഷ്പുരം ഉണ്ടാക്കില്ലേ US പോയിട്ട്? എനിക്കറിഞ്ഞൂടാ. അങ്ങനെ സംഭവം ഉണ്ട്. 100 രൂപയുള്ള ഇതിന് ലോക്കൽ ക്ലാസ് ആണ്. വൈൽഡ് കൺട്രി. നീ സമയം കിട്ടുമ്പോ ഇതിരുന്ന് സ്കാൻ ചെയ്യും, എന്നിട്ട് ആ നമ്പർ വല്ലതും അടിച്ചു കൊടുത്തിട്ട് അതിന്റെ വെബ്സൈറ്റിൽ വല്ല നോക്ക് റൈബാന്റെ. ഇത് വലിയ സംഭവം ഒന്നുമല്ല. 8000 രൂപയുടെ ക്ലാസ് ആയത് വലിയ സംഭവം ഒന്നുമല്ല. മറ്റേ 8 ലക്ഷം അതെ, അങ്ങനല്ല ഞാൻ പറഞ്ഞത്. മറ്റേ ആൾക്കാർ ഫ്ലെക്സ് ചെയ്യൂലേ മറ്റേ 8 ലക്ഷത്തിന്റെയോ അതിന്റെയൊക്കെ അത്ര വലുതൊന്നും അല്ല. ഇത് എല്ലാരും വിചാരിച്ചാൽ മേടിക്കാനൊക്കെ പറ്റുന്നേ ഉള്ളൂ. പിന്നെ ഒരു 80,000 രൂപയുടെ ക്ലാസ് ആയിരുന്നെങ്കിൽ ഞാൻ പിന്നെയും ഒരു നൈക്കിന്റെ ഷൂ ഇങ്ങനെ നോക്കി വെച്ചേക്കുന്നത് ഭയങ്കര ആഗ്രഹമാണ്. സ്വന്തമായിട്ട് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി മേടിച്ചാൽ സ്ട്രീം ചെയ്തോളൂ, സ്വന്തമായിട്ട് അധ്വാനിക്കടാ. ഓക്കെ, കണ്ടിന്യൂ. അടുത്ത ദിവസം തോക്കിനെ അടിച്ചു കൊടുക്കണേ. പിന്നല്ലാതെ നാളെ അവന്റെ ലൈവിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ ദിവസമൊക്കെ അടിച്ചിട്ടുണ്ട് ബ്രോ, മനസ്സിലായി? അടിച്ചിട്ടുണ്ട്. മറവിയാണെങ്കിൽ ഞാൻ ഓർമ്മിച്ചു. ഇങ്ങളടാ 007 ഇനി എന്നാ കളിക്കണേന്ന് ചോദിക്കുന്നത്. ഇവൻ വിട്ടില്ലടാ നീ. എടാ നീ അത് വിടറാ. നമുക്ക് മറ്റേ ഇത് നാളെ റിവെഞ്ച് വേണമെങ്കിൽ കക്കാശി അത്രേ ഉള്ളൂ. പിന്നല്ലാതെ നാളെ കരയിക്കുമല്ലോ ഇവന്റെ ലൈവ് ഇട്ടിട്ട്. ഇവ ഇന്ന് നീ ഇന്നലെ കൂടെ എന്റെ അടുത്ത് സംസാരിച്ചല്ലോ. നിന്റെ സംസാരിച്ചെന്ന് പറഞ്ഞ ഒരു കുണ്ണെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമാണുണ്ടോ? അപ്പോൾ എത്ര പേരോട് സംസാരിക്കുന്നത്? അവരെ സപ്പോർട്ട് ചെയ്യണോ? അത് കൊള്ളാലോ ബ്രോ. ഗോട്ടിനൊന്നും പറയല്ലേ ബ്രോ പ്ലീസ്. എടാ നിന്നെ പറയുമ്പോ കാട്ടവേ അവൻ സപ്പോർട്ട് ചെയ്തപ്പോ എനിക്ക് നൊന്നില്ല. എന്നോട് സംസാരിക്കരുത്. കക്കാശി നിന്നോട് മിണ്ടായിരിക്കാൻ പറഞ്ഞോ? ഇല്ലല്ലോ. ഗോട്ടിനൊന്നും പറയില്ലെന്ന് പറഞ്ഞുള്ളൂ ബ്രോ. അങ്ങനെ എല്ലാരും ഉണ്ടല്ലോടാ. ഗോട്ടൊരു തീട്ടമാണ്. ആദ്യമോനെ ഉറങ്ങാൻ കുറച്ച് കുറച്ചൊന്ന് തലയിലെങ്ങനെ വെള്ളം ഒഴിച്ചിട്ടൊക്കെ കിടന്നു നോക്കാം. അപ്പൊ ഉറക്കം വരും. എടാ ഇന്ന് ആദ്യം നമ്മൾ ഇന്നൊന്നും പറയണ്ടാ. നമുക്ക് നാളെ സംസാരിക്കാം. നമുക്ക് നാളെ ആദ്യമോന്റെ ഫ്രണ്ടില് നാളെ സംസാരിക്കാം. ഗോട്ട് പറയേ കുറച്ചു വേണ്ട. ഒന്ന് പറഞ്ഞു വായിച്ചില്ലല്ലേ? ഡീമൺ ഗ്രേറ്റർ എന്നത്തെ ഇടി കഴിഞ്ഞ സോയി നിന്നെ കണ്ട എടുത്തിട്ട് എന്നാ മിസ്സിങ് ആദിത്യടാ. എനിക്ക് തോന്നുന്നു അവന്റെ ഒരു സോം വെച്ച് ആരോ അവനെ അടിച്ചു കൊന്ന്. പക്ഷെ ഞാനല്ല ആള്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാനല്ലത്. ഞാൻ പറയാം. ഹാൻഡിക്യാപ്ഡ് ആണല്ലോ. ഒന്നും പറയല്ലേ. അതെ അതെ. അതിനുശേഷം കണ്ടില്ല. അതിനുശേഷം കണ്ണടച്ചിരിക്കുവായിരുന്നോ? ഇത് സൈഡിലൊരു താഴെ വീണാൻ മാത്രമേ കണ്ടുള്ളൂ. അങ്ങനെ ഡീമന്റെ ജീപ്പ് ആരെങ്കിലും കൊണ്ട് അയച്ചേ. അത് പറയാ ബ്രോ. എന്റെ ഒരു കൂട്ടുകാരന്റെ വെഡിങ് വിഷ് എന്ന് പറയാമോ? നല്ലൊരു പയ്യന.
സ്കൈഡാസിന്റെ അതൊക്കെ- കൂട്ടുകാരന് വെഡിങ് വിഷ്. നഫാസ് നഫാസ് നഫാസ്. അതെ. സ്കൈഡാസിന്റെ കൂട്ടുകാരനായ നഫാസ് ബ്രോയ്ക്ക് ഒരു മംഗള. ആ വൈഫിന്റെ പേര് വിവാഹ മംഗള. നഫാസും പേര് നോക്കട്ടെ. ഒരു നീ എത്ര രൂപ മേടിച്ചതിന് അത് പറ ആദ്യം പറ. തിബിയ. ദിവ്യ അപ്പൊ അതൊക്കെ അല്ല മനസ്സിലായി ദിവ്യല്ല, നഫാസ് തിബിയ തിബിയ. ദിവ്യ തിബിയ. ആ തിബിയ. ഈ അടുത്ത് കല്യാണം കഴിക്കാൻ ഇന്നലെ ഇന്ന് 23-ാം ഓക്കേ, തീയതി. ഇന്ന് 23-ാം തീയതി കല്യാണം കഴിച്ച 23 കഴിഞ്ഞു. ആ. ഇന്നലെ ഇതില് കൈ ഇന്നലെ കളിയട്ടോ. ഇന്നലെ 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 കല്യാണം കഴിച്ച നവാസ് ബ്രോയ്ക്കും തിബിയയ്ക്കും ഒരു വെനി വെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. അതുപോലെ ഏയ്, വെട്ടിങ്, ഒരു വെട്ടിങ്, മെനി മെനി ആരെങ്കിലും പറക്കു വിടാ. വിവാഹ മംഗളാശംസകൾ. വെട്ടിങ്, വെട്ടിങ്. എടാ വെഡിങ്ങിന് പറയാലോടാ ഹാപ്പി റിട്ടേൺസ് എന്നല്ലടാ പറഞ്ഞത്. അങ്ങനല്ല Sorry, sorry, അങ്ങനല്ല, sorry, എന്താണ് അത് ഇത്? കഴിഞ്ഞിട്ട് പറയാലോ. ഓ സോറി, കണ്ടിന്യൂ. Okay. എന്തായിരുന്നു പേരെന്തായിരുന്നു? ദിവ്യ മനുവോ എന്തായിരുന്നു? സൂപ്പർ. നഫാസ് നഫാസും നഫാസും തിബിയ. തിബിയും. നവാസും ദിവ്യ. അതെ. എടാ ഡബ്ബാസ് അല്ല നഫാസ്. എടാ നവാസും ആ, നഫാസും തിബിയും. ആ. ലൈവ് കൊണ്ട് അവർ ഇന്ന് ഡിവോഴ്സ് അവര്. തിമിരൊന്ന്. എടാ തിമിരമല്ലടാ, തിമിരമല്ല ദിവ്യ. പറയട്ടെ, പറയട്ടെ. അതെ, 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 അതെ. ആ ക്ലിപ്പൊക്കെ ഉള്ള. പറയട്ടെ പറയട്ടെ പറയട്ടെ. ഇത് ഗൗരവമേനാണ് ഗൗരവമേനൻ. അതെ 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 അതെ. So, ഇന്നലെ കല്യാണം കഴിഞ്ഞ തഫാസ് ബ്രോയ്ക്കും അതുപോലെ അയ്യോ നഫാസ് നഫാസ് അല്ല, നഫാസ്, നഫാസ്. നഫാസ് നഫാസ് NAFAS. എടാ NAFAS നഫാസ് നഫാസും തിബിയും തിബിയ ആ, തിബിയ. തിബിയ. ആ, പോരട്ടെ. ആ. ഇന്നലെ കല്യാണം കഴിഞ്ഞ നഫാസ് ബ്രോയ്ക്കും തിബിയയ്ക്കും താങ്ക് യു ഡോൺ മംഗളാശംസകൾ. ചേട്ടാ, താങ്ക് യു. കിട്ടി കിട്ടി. നല്ലൊരു എടാ. എടാ, ഒന്ന് ഇറങ്ങി പോടാ കത്തിക്ക്. മനുഷ്യ അമ്പലത്തേക്ക് അടുത്ത്. ഒന്നും കൂടെ. ലൈവിലൊരു വിഷു പറയാൻ ഇങ്ങനെ സിനിമയിൽ അഭിനയിച്ച് ഡയലോഗ് പറയുന്നേ. എടാ ഇങ്ങനെ പറഞ്ഞാ മതി. ഇന്നലെ കല്യാണം കഴിച്ച നഫാസ് ബ്രോയ്ക്കും തിബിയ എന്ന കുട്ടിക്കും എന്റെ വിവാഹ മംഗള ആശംസകൾ. Okay. ഇങ്ങനെ പറഞ്ഞാ മതി. ഇന്നലെ കല്യാണം കഴിഞ്ഞ നഫാസ് ബ്രോയ്ക്കും തിബിയയ്ക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെ പേരിലും വിവാഹ മംഗള ആശംസകൾ നേരുന്നു. പിന്നെ ഞങ്ങളൊക്കെ പിന്നെ എന്തിനാ അവിടെ ഇരിക്കുന്നത്? ഞങ്ങളുടെ പേര് പറയണ്ടേ? നിങ്ങളല്ലേ എന്റെ കുടുംബം. അതെ, ആ, നമ്മളാണ് okay, okay. കുടുംബം. തോപ്പിച്ചോളൂ, തോപ്പിച്ചോളൂ. ഓ താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. Okay. ഓ, എന്റെ ദൈവമേ. Thank you. ഓ, അപ്പോ ഇത് പറഞ്ഞപ്പോഴേ പണ്ട് നല്ലൊരു ടേക്ക് എടുത്ത് തന്നപ്പോ കിട്ടിയത്. കിട്ടിയത് എന്തൊരു ഐറ്റങ്ങളാണ് ഇതൊക്കെ. സംഭവം ഇത് പണ്ട് നമ്മള് PUBG കളിച്ചോണ്ടിരുന്നപ്പോഴേ തെറി വിളിച്ച പയ്യനായിരുന്നു ഇനഫാസ് എന്ന് പറഞ്ഞ. ആണ് ഞാൻ തള്ളക്കെ കളിച്ചിട്ടുണ്ടല്ലേ. അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും. അതെ, ഓ സൂപ്പർ. പുള്ളി പറഞ്ഞു പറയാമോ? ഞാൻ പെട്ടെന്ന് റിമെമ്പർ ഇത് ചെയ്യുന്നു. നമ്മള് കൊറേ മാച്ച് കളിച്ചിട്ടുണ്ട്. കൊറേ മാച്ച് കളിച്ചിട്ടുണ്ട്, ഒത്തിരി തള്ളി കളിച്ചിട്ടുണ്ട്. അപ്പൊ കെണ്ടി എല്ലാത്തിലും. അതെ, ബൂട്ട് ക്യാമ്പ്. നൈസ് ബ്രോ, നൈസ് ടു മീറ്റ് യു. ഇത് ആരുടെ അച്ചിപ്പൂ? ഓ, ഇത് നിന്റെ അളിയാ അച്ചിപ്പൂന് ഷൗട്ട് ഔട്ട് ഇങ്ങനെ പറയണേ. അളിയാ നീ അത് കേട്ടറിയാം, നീ മറ്റേ ഒലിപ്പിക്കുന്ന ഈകളെ. ചെല്ലപ്പേരാണെന്ന്. ഈകളെ. ആ, നീ ഫോർസ കേറുന്നവരെ അവൻ നിന്റെ ലൈവ് അവൻ ഇട്ടോണ്ടിരുന്നു. അപ്പോഴേക്കും മറ്റേ ഇത് നെറ്റ് തീർന്നു തോന്നുന്നു. ആര് 1:45 ലൈവ് നിന്റെ അതേപോലെ എടുത്തിട്ടുണ്ട്. അവൻ ലൈവ് ചെയ്ത് സ്ട്രീം ചെയ്തിട്ടുണ്ട്. കൂടാ അവന്റെ ചാനലിൽ ലിങ്ക് ഒന്ന് അയച്ചു തന്നേരെ. നാളെ ചാനലില്ല. സോ ഗൈസ്, അടാ ഞാൻ ലൈവ് നിർത്തിട്ട് ഒരാളിയാ. ശരി, അപ്പൊ എല്ലാവർക്കും ഗുഡ് Okay, okay, okay. നൈറ്റ്. ബൈ ബൈ ഗൈസ്, ബൈ ബൈ. ബൈ ബൈ എല്ലാവർക്കും ബൈ. ബൈ.